ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഈ ഗെയിമേ ഇങ്ങനെ ആയിരിക്കില്ല. ഞാനത് ഉറപ്പിച്ച് ഞാൻ പറയാം, എൻ്റെ കളി നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ആ ഒരു ഇഷ്യൂ വന്നത് അത് അത്രയും ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കണ്ടന്റ് കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്നും പോയി. കാരണം ഈ ഇരിക്കുന്ന എൻ്റെ കഞ്ഞിലെ പാറ്റാണ് ഭഗവാൻ. ഞാൻ വിചാരിച്ചു എന്നെ കണ്ടസ്റ്റൻ്റ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനവിടെ ഉണ്ടെങ്കിൽ ആ ഒരു കോംബോ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഇതിലേക്ക് പോകില്ലായിരുന്നു. കാരണം ഞാനത് പൊളിക്കാനുള്ള കാര്യങ്ങൾ വരെ ഞാനത് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ ഓന്തിനെ പോലെ പെട്ടെന്ന് നിറം മാറിയത്? അത് ജാസ്മിനോട് ചോദിക്കണം. കുറ്റം പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് പേരുടെയും ഭാഗത്തും അത് റോക്കിയുടെ കയ്യിൽ നിന്ന് പോയതാണ്. ഫസ്റ്റ് ഡേ അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ നിങ്ങൾ അന്ന് എടുത്തു. സെക്കൻഡ് ഡേ അന്ന് ഉറങ്ങി രാവിലെ എണ്ണിത്തപ്പോ തന്നെ അത്ര വലിയൊരു വഴക്ക്. അപ്പം അന്നത്തെ ഒരു ഫസ്റ്റ് ഡേ ചേട്ടൻ അത് ഇച്ചിരി ഒരു നോർമലായിട്ട് ബിഹേവ് ചെയ്താൽ പോരായിരുന്നു? ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അതായത് ഇപ്പോൾ ജാൻമണിയുടെ അടുത്ത് ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് വഴക്കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തായിരിക്കും? പേടിച്ചിട്ടാണോ? പേടിയൊന്നുമല്ല, വേറെ എന്തായിരിക്കും? അതായത് ജാൻമണി ഒരു ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അവരെ കുറേ സോപ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയുടെ കുറേ വോട്ടുകൾ കിട്ടുന്നുള്ളൊരു ധരിച്ചു വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, ജാൻമണിന് ഒരുപാട് പരിചയമുള്ള ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ജാൻമണിയുടെ അടുത്ത് തല്ലുപിടി കഴിഞ്ഞാൽ അവരുടെ ടോട്ടൽ നമുക്ക് നെഗറ്റീവ് വരുന്നുള്ള പേടിച്ചിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇമേജ് കോൺഷ്യസ് ആയിരുന്നില്ല. ഞാൻ അങ്ങനെ ഞാൻ പറയട്ടെ, ജാൻമണി എൻ്റെ നല്ലൊരു സുഹൃത്താണ്. എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. എൻ്റെ ഒരു പെങ്ങളെ പോലെയാണ് ആ കുട്ടി. ജാൻമണിയോട് വലിയൊരു ക്വാളിറ്റി എന്താ വെച്ചാൽ, ജാൻമണിയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കുറേ വഴക്ക് ഞാൻ ജാൻമണിയായിട്ട് കൂടിയിട്ടുണ്ട്. വഴക്ക് കൂടി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാൻമണി ഞാനും ഓക്കെയാണ്. ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കൾ. ഇപ്പോഴും ഞങ്ങൾ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ്. ജാൻമണിയായിട്ട് ഞാൻ ഒരുപാട് വഴക്ക് കൂടിയിട്ടുള്ളതാണ്. എല്ലാവരും ഈ ടോം ആൻഡ് ജെറി കോംബോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ അവിടെ അയ്യോ ജാൻമണിയുടെ അടുത്ത് നെഗറ്റീവ് കൂടി കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് ആവും, അത് കാരണം ജാൻമണിയുടെ തല്ലിവിടാൻ പാടില്ല, അല്ലെങ്കിൽ ജാൻമണിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ടോട്ടൽ ആൾക്കാർ നമ്മളെ എതിരാവും, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ആ ഒരു ഇഷ്യൂ വന്നത് അത് അത്രയും ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കണ്ടന്റ് അത് ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. അതിപ്പോൾ ജാൻമണിക്ക് അറിയാം ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയതെന്ന് അറിയാം. പിന്നെ ഞാൻ അത്രയും ചൂട് ആവേണ്ട കാര്യം അതെൻ്റെ കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്നും പോയി. കാരണം ആ കയ്യിൽ നിന്ന് പോയുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന് തൊട്ട് മുമ്പ് ഞാൻ അയ്യോ ഈ പറഞ്ഞതൊന്നും കേട്ടില്ല അല്ലേ, മൈക്ക്, അതായത് ജാൻമണിയുടെ മൈക്ക് ധരിക്കാതെ ജാൻമണി എന്നെ എന്തോ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചൊന്ന് റേസായിട്ട് സംസാരിച്ചിരുന്നു. മൈക്ക് ധരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞത് ജാൻമണി മൈക്ക് ധരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ ഇതുവരെ ചെയ്തതൊന്നും അല്ല, ഇതുവരെ പറഞ്ഞതൊന്നും കേട്ടില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജാൻമണീനെ കുറച്ച് പ്രൊവോക്ക് ചെയ്തു. അയ്യോ ഇതൊന്നും കേട്ടില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജാൻമണി അതിൽ പ്രൊവോക്ഡ് ആയിട്ട് ജാൻമണി എൻ്റെ അടുത്ത് ചൂടാവുകയുണ്ടായി. അപ്പോൾ ആ ചൂടായതിന് എനിക്ക് കൊടുക്കണമല്ലോ, നിങ്ങളൊരു പണി തരുമ്പോൾ തിരിച്ചൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ചൂടായതിന് ഞാൻ മറുപടി പോലെ സിഗരറ്റ് ഇഷ്യൂ കേട്ടപ്പോൾ ഞാനത് ബ്ലക്ക് ചെയ്തെടുത്ത് ഞാൻ അങ്ങോട്ട് പോയതാണ്. പോയിട്ട് ഞാൻ ഇങ്ങനെ ചൂടാന്ന് വിചാരിച്ചല്ല നൂജാൻ, പക്ഷെ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഞാനത്, അല്ലാതെ ഇപ്പോൾ ഒരു സിഗരറ്റ് അതൊന്ന് കത്തിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ലാലേട്ടൻ പറഞ്ഞ പോലെ എന്തിനാണ് ഇത്ര പ്രഷർ കൂടുന്നത്, ആവശ്യമില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മളെ വളരെ സോഫ്റ്റ് ആയിട്ട് പറയാമായിരുന്നു. പക്ഷെ ഞാൻ ആ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ടെലികാസ്റ്റിംഗിൽ വരില്ല. ഞാൻ എൻ്റെ ഉദ്ദേശം ഫുള്ള് കണ്ടന്റാ. ഞാൻ അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടോടി നടക്കുക. ചേട്ടൻ പോയതിനു ശേഷം പിന്നീടാണ് ജാസ്മിൻ ഗബ്രിയുടെ ഇഷ്യൂ ഒരുപാട് അതൊരു ചർച്ചയായത്, ബിഗ് ബോസിനകത്തും പുറത്തും. ഇതുവരെ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളതിലും അപ്പുറം വലിയ ചർച്ചയായി. അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ടായി, ഞങ്ങള് 2 ആള് മാത്രമല്ല ഫ്രണ്ട്സ്, ഞങ്ങള് 3 ആളായിരുന്നു ഫ്രണ്ട്സ് എന്ന്. ആ ചേട്ടൻ അത് ശ്രദ്ധിച്ചിരുന്നോ? എന്റെ പേരും ചേർത്തിട്ടുണ്ടായിരുന്നു. അതെ, ഞാനും ഗബ്രിയും രതീഷ് കാക്കയായിരുന്നു ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ട്. നോറ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ആദ്യം നോറ പോയി, പിന്നീട് നിങ്ങൾ 3 ആളായിരുന്നു ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഈ രതീഷ് ചേട്ടൻ സെക്കൻഡ് വീക്കും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പിന്നീടും കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കോംബോ ഇത്രയും നെഗറ്റീവ് ആകാതിരുന്നേനെ അല്ലേ? നെഗറ്റീവ് ആവില്ല. ഇങ്ങനെ ഒരു കോംബോ തന്നെ ചിലപ്പോൾ ഞാനത് വേറെ രീതിയിലേക്ക്, കാരണം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഈ ഗെയിമേ ഇങ്ങനെ ആയിരിക്കില്ല. ഞാനത് ഉറപ്പിച്ച് ഞാൻ പറയാം, ബിഗ് ബോസ് സീസൺ 6 ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. അത് മാറ്റി പിടിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു.
ഞാനത് ബിഗ് ബോസിൻ്റെ അടുത്ത് ഞാനത് രണ്ടാമത്തെ വീക്ക് എനിക്കൊരു ഡൗട്ട് തോന്നി. കാരണം ഇനിയിപ്പോൾ ആദ്യമായിട്ട് ഞാൻ അവിടെ പറയും കൂടി ചെയ്തതാണ്. കാരണം ഈ ശനി ഞായറും എനിക്ക് കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ശനി ഞായറെന്ന കടമ്പ ഞാൻ കടന്നു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല എൻ്റെ കളി നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് ഞാൻ അവിടെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ജയിൽ കഴിഞ്ഞിട്ട് ഞാനും ജിൻഡും കൂടി വരുമ്പോൾ ഞാനത് പ്രേക്ഷകരോടും കേൾക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറക്കനെ വിളിച്ച് പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച മുതൽ ഞാനും ജിൻഡും കൂടിയിട്ട് ഹ്യൂമർ ട്രാക്കാണ് പിടിക്കാൻ പോകുന്നത്. ഫുള്ള് ഹ്യൂമറാണ്. RJBB ഗ്രൂപ്പ് കയറി പാടം മക്കളെ, ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. ഞങ്ങൾ ഹ്യൂമറാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ പക്ക ഹ്യൂമർ എടുക്കാനുള്ള ഒരു പ്ലാനായിരുന്നു. അത് ജിൻഡോനെ കൂട്ടിയിട്ടുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ഞാൻ എവിക്റ്റായി പോന്നപ്പോൾ ജിൻഡോ പക്ക ഹ്യൂമറായിട്ട് അങ്ങനെ നല്ല രീതിയിൽ അവൻ നീങ്ങുന്നുണ്ട്. ആദ്യം ഒരുപാട് ആർക്കും ഇഷ്ടമല്ലായിരുന്നു ജിൻഡോ ചേട്ടനെ. പിന്നീട് ഇപ്പൊ ജിൻഡപ്പൻ എന്നുള്ള പേരിട്ട് ഞാനാ, മല്ലയ്യ എന്നുള്ള പേരിട്ട് ഞാൻ ജിൻഡപ്പ എന്നുള്ള പേര് ഞാൻ ജിൻഡപ്പ എന്ന് വിളിക്കുന്നത്. അവൻ അവിടെ മുറ്റത്ത് കിടക്കുന്ന ഒരു പ്രതിഷേധം നടത്തലുണ്ടായിട്ടുണ്ട് സിജോനെതിരെ. സിജോ മാന്തിന്നോ എന്തോ പറഞ്ഞിട്ടാണ് പ്രതിഷേധിച്ചിട്ടുണ്ട്. അന്നാണ് ഞാൻ ജിൻഡപ്പ എന്ന് വിളിച്ചു തുടങ്ങിയത്. ജിൻഡപ്പ നിങ്ങടെ ഇറങ്ങിപ്പോന്നോ, നിങ്ങട് പോന്നോ, ജിൻഡപ്പ വേണ്ട എനിക്ക് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്നാണ് ജിൻഡപ്പെന്ന് ഞാൻ വിളിച്ചു തുടങ്ങിയത്. മല്ലയ്യ എന്നുള്ള പേരിട്ട് ഞാനാണ്. എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്താണ് ജിൻഡോ. എനിക്ക് ഏറ്റവും വലിയ സുഹൃത്താണ്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ, ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനവിടെ ഉണ്ടെങ്കിൽ ആ ഒരു കോംബോ എനിക്ക് തോന്നുന്നില്ല അത് ഈ ഒരു ഇതിലേക്ക് പോകില്ലായിരുന്നു. കാരണം ഞാനത് പൊളിച്ചേനെ. അങ്ങനെ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പൊളിക്കാനുള്ള കാര്യങ്ങൾ വരെ ഞാനത് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഞാൻ അന്ന് കേട്ടിട്ടുള്ള നൂർജഹാനെ കറക്റ്റ് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് വീഴ്ചിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ചേട്ടനോട് സംസാരിക്കടാ, ഈ സ്ട്രാറ്റജി പൊളിയും, ഇതൊന്നും വിജയിക്കില്ല, ചേട്ടനോട് സംസാരിക്കണം. അതൊക്കെ അതിൻ്റെ തുടക്കമാണ്. ഈ ഒരു കോംബോ അടുത്ത ആഴ്ച കൂടി പോവുകയാണെങ്കിൽ അത് പൊളിക്കാനുള്ള വേറെ ഗംഭീര സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കോംബോ പോവില്ലായിരുന്നു. ബിഗ് ബോസ് സീസൺ 6 ഇങ്ങനെ ആവില്ല. ചേട്ടാ നമ്മള് ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു കോംബോ പോയി. ഈ പറഞ്ഞ പോലെ നോറയും ജാസ്മിനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആദ്യത്തെ ടാസ്കിലൊക്കെ നോറയ്ക്ക് വേണ്ടിയിട്ട് ജാസ്മിൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ആ ഒരു കോംബോയ്ക്ക് എന്താ പറ്റിയത്? ഇപ്പോഴാണെങ്കിൽ പോലും അവിടെ ബാക്കി എല്ലാവരും ഒരു ഗെയിം മാറ്റി വെച്ച് കുറച്ച് സമയമെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാറുണ്ട്. പക്ഷെ നോറ മാത്രം എപ്പോഴും ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുക, ഒരു കാര്യം ജസ്റ്റ് ഒരു മിനിറ്റിൽ പറയേണ്ട കാര്യം 1 മണിക്കൂർ വലിച്ചു നീട്ടി സംസാരിക്കുക, ഇല്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കി. അത് നമ്മൾക്ക് പ്രേക്ഷകർക്ക് കൂടുതലൊരു അരോചകമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നോറയുടെ ഗെയിമിനെ കുറിച്ച് ചേട്ടൻ എങ്ങനെ അത് ആ ഒരു ഗ്രാഫ് എങ്ങനെയാ ചേട്ടൻ നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇപ്പൊ അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നോറ എങ്ങനെ ഇത്രയും ദിവസം പിടിച്ചു നിന്നു എന്നാണ്. അതെ അല്ലേ? നോറ ഒരുപാട് നോമിനേഷനിൽ, ഞാൻ ഉള്ള അന്ന് മുതൽ നോമിനേഷനിൽ വരുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ എവിക്റ്റായി പോയില്ലേ, ആ സമയത്ത് നോറ നോമിനേഷനിലാണ്. ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന അന്ന് ഞാൻ വേറെ 2 പേര് എവിക്റ്റായി പോകും എന്നാണ് വിചാരിച്ചത്. അതിലിപ്പോൾ നോറ ചിലപ്പോൾ എവിക്റ്റായി പോകുന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് എവിക്റ്റായത് ഞാനാണ്. അങ്ങനെ ഈ എത്രയോ എവിക്ഷനിൽ വന്നിട്ട് ആ കുട്ടി ഇങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രേക്ഷകർ, അതേ പ്രേക്ഷകർ തന്നെയാണ് പറയുന്നത്. ഞാൻ ഒരുപാട് കമൻസ് കാണാറുണ്ട്, എന്തിനാ ഈ കുട്ടി കരയുന്നത്, എന്തിനാ ഈ കുട്ടി എല്ലാം നെഗറ്റീവായിട്ട് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രേക്ഷകർ അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നപ്പോൾ അതേ പ്രേക്ഷകർ തന്നെയല്ലേ ഈ കുട്ടീനെ വോട്ട് ചെയ്തിട്ട് അവിടെ നിർത്തുന്നത് അല്ലേ? അതിലെന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഈ വോട്ടിങ്ങിൽ അപ്പോൾ ചേട്ടൻ ഫസ്റ്റ് വീക്ക് എവിക്റ്റ് ആയത് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നില്ലല്ലോ. ഞാൻ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഔട്ടായിരിക്കുന്നത്. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് രതീഷ് കംബാക്ക്. ഇപ്പൊ ഈ കംബാക്ക് പറയുന്ന ആളുകൾ അപ്പൊ വോട്ട് ചെയ്യുന്നില്ലായിരിക്കും. എനിക്കറിയില്ല. ഞാൻ പ്രേക്ഷകരെ എന്നെ മാറ്റി പിടിച്ചിട്ടുണ്ടാവും. എനിക്ക് വോട്ട് കുറഞ്ഞു, അപ്പൊ ഞാൻ ഔട്ടായി. ഇരിക്കുന്ന എന്റെ കഞ്ഞിലെ പാറ്റാണ് ഭഗവാന്. ഇരിക്കുന്ന എന്റെ കഞ്ഞിലെ പാറ്റാണ് ഭഗവാന്. അല്ല, നമുക്കിങ്ങനെ ഒരു എന്തായാലും ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് കാണുമല്ലോ. അല്ല, അതിപ്പോ ഈ ഡൗട്ട് എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു. അതായത് എന്റെ അടുത്ത് എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് അത് എനിക്ക് വോട്ടുണ്ടല്ലോ. അവർ ഈ പോളൊക്കെ കണ്ടിട്ട് എല്ലാ പോൾസിലും എനിക്കായിരുന്നു 1ാം സ്ഥാനം. ചിലപ്പോ യൂട്യൂബില് പോള് കൊടുക്കുന്ന ആളുകള് യൂട്യൂബിൽ പോൾസിലൊക്കെ എനിക്ക് ഫസ്റ്റ് പൊസിഷനിൽ അറിയില്ലേ, കണ്ടിട്ടുള്ളതല്ലേ. എല്ലാ പോളുകളിലും ഞാനായിരുന്നു ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ വന്നപ്പോ, അതായത് രമണ, ഞാൻ എവിക്റ്റായി പോയി. കാര്യങ്ങൾ വന്നപ്പോ പോലുള്ള ആൾക്കാരൊന്നും ഹോട്ട്സ്റ്റാറിൽ കയറി ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഈ റീ എൻട്രി എന്ന് പറയുന്ന സംഭവം, ഇപ്പൊ രതീഷേട്ടന്റെ റീ എൻട്രി നടന്ന സമയത്ത് ഇതേപോലെ ജാസ്മിനാണ് ആദ്യം
രതീഷ് ചേട്ടനെ ഓടി വന്ന് ഹഗ് ചെയ്തത്? അല്ല, ജിൻഡു ആണ്. ജിൻഡോ ചേട്ടൻ അത് അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നു. അല്ല, കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഫസ്റ്റ് ഹഗ് ചെയ്ത് ജിൻഡു. ജിൻഡോ ചേട്ടനാണ് അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്ന് അത് മാറ്റി. അതിനുശേഷം അവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തില്, അതായത് കൺഫെഷൻ റൂമിൽ നിന്ന് കൊണ്ടുവന്നത് ജിൻഡോ ചേട്ടൻ, അത് മാറ്റി ജിൻഡോ ചേട്ടൻ ഹഗ് ചെയ്തു. അവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം ഓടി വന്ന് ഹഗ് ചെയ്തത് ജാസ്മിനാണ്. പക്ഷെ ഇതേ ജാസ്മിൻ തന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്ക് ആ ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നിട്ട് രതീഷ് ചേട്ടനെ ലൈക്ക് ഗെയിം കളിക്കാൻ അറിയാത്ത ആള് ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായി. അപ്പൊ അതെന്താ അങ്ങനെ ഓന്തിനെ പോലെ പെട്ടെന്ന് നിറം മാറിയത്? അത് ജാസ്മിനോട് ചോദിക്കണം. അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലെ എന്ന് പറഞ്ഞിട്ട്. അതെ, അല്ല ഞാൻ പറയുന്നത് എന്താ പറയുക, ഞാനിപ്പോൾ അതിപ്പോൾ എനിക്ക് അറിയില്ല. കാരണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എനിക്കൊന്ന് ഒന്നാമത്തെ കാര്യം, ഞാൻ പുറത്തുനിന്ന് പോയ ആളാണ്. പുറത്തുനിന്ന് പോയ ആൾക്ക് ആ കോംബോ നെഗറ്റീവാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് പോയ ഒരാൾ ലാലേട്ടൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്കൊരു തോളായി, ഒരു ഷോൾഡറായി, അവർക്കൊരു താങ്ങായിട്ടാണ് രതീഷിനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പുറത്തത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ തന്നെ തിരിച്ചിങ്ങോട്ട് വിളിക്കും, അതേ മുഖംമൂടി ഇട്ടിട്ട് ഞാൻ തന്നെ തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രതീഷേട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ആ ഒരു അങ്ങനെ പോയിട്ടാണെങ്കിലും ഇനി കണ്ടിന്യൂ ചെയ്തവരെ? ഞാൻ വിചാരിച്ചു എന്നെ കണ്ടസ്റ്റന്റ് ആക്കുന്നു. ഞാൻ വിചാരിച്ചു. പറഞ്ഞിട്ടില്ലായിരുന്നോ? അല്ല, ഞാൻ പോകുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആണ്, ഒരാഴ്ചയാണ് ഇതിന്റെ ഡ്യൂറേഷൻ. അവർ കറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരാഴ്ചയാണ് ഇതിന്റെ ഡ്യൂറേഷൻ, ഗസ്റ്റ് ആണെന്നൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റില്ല. ഞാൻ ആഗ്രഹിച്ചു, പ്രേക്ഷകരും ആഗ്രഹിച്ചു. അത് പ്രേക്ഷകർ ആഗ്രഹിച്ചു എന്ന് എനിക്ക് വന്നപ്പോൾ മനസ്സിലായി. അവരും വിചാരിച്ചത് ഞാൻ എന്നെ കണ്ടസ്റ്റന്റ് ആക്കുന്നു. പിന്നെ അവര് കുറെ എന്നെ, ഞാൻ ഗസ്റ്റ് ആയപ്പോ അവര് കുറെ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചു. കാരണം രതീഷ് വരുമ്പോ അത് ഗെയിം മാറും, വേറെ ലെവലിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ. അല്ല, പക്ഷെ വേറെ കാര്യം അറിയോ, ഞാനൊരു ഗസ്റ്റ് ആയിട്ടാണ് അവിടെ പോയത്. ആദ്യത്തെ തവണ പോയത് രതീഷ് ഒരു വേറൊരാളായിട്ടാണ്. ആദ്യത്തെ തവണ ഞാൻ കണ്ടസ്റ്റന്റ് ആയിട്ട് പോയത്, രതീഷായിട്ട് പോയതുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. രതീഷായിട്ട് പോയിട്ടും ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ കണ്ട ഗെയിമിന്റെ ഇരട്ടി കളിക്കാൻ എനിക്കറിയാം. അത് രതീഷായിട്ട് പോയിട്ട് കഴിഞ്ഞാലും നോ പ്രോബ്ലം. അതിലൊന്നും എനിക്ക് ആദ്യത്തെ ആഴ്ചത്തെ രതീഷ് ഈ ആഴ്ചത്തെ രതീഷും തമ്മിൽ ക്യാരക്ടറിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കാം. ആദ്യത്തെ ആഴ്ച ഒരു പ്രൊവോക്ക് ചെയ്തും അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ നടന്ന രതീഷ് ആയിരിക്കില്ല ഇപ്പൊ ഗെയിം കളിക്കേണ്ടാവുക. പക്ഷെ അന്തസ്സായിട്ട് എനിക്ക് നല്ല രീതിയിൽ പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞിട്ട് ഗെയിം കളിക്കാൻ എനിക്കറിയാം. പക്ഷെ ഞാൻ ഗസ്റ്റായി പോയ കാരണം എനിക്ക് അവിടെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എനിക്ക് അവരുടെ ഷോൾഡർ ആയിട്ട് ലാലേട്ടൻ പിന്നെയും പറഞ്ഞു, ഇയാള് ഒരു 3-4 ദിവസമാണ് അവിടെ ഉണ്ടാവുള്ളൂ, രതീഷ് ഉണ്ടാവുള്ളൂ. അവരുടെ ഷോൾഡർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ വെള്ളി നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ രതീഷിനോട് ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തോളായിട്ടാണ് ഞാൻ പോയത്. കുറെ പേര് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്, കുറെ പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ പകുതിയിൽ കൂടുതൽ പേര് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേർക്ക് എന്താ വെച്ചാൽ ഞാൻ കണ്ടസ്റ്റന്റ് ആയിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് എന്നെ കണ്ടസ്റ്റന്റ് ആക്കുവോ. അപ്പൊ ചർച്ചകൾ വേറെ രീതിയിലേക്ക് അവിടെ പോയി. ഇയാൾ കണ്ടസ്റ്റന്റ് ആവുമോ, അല്ലെങ്കിൽ ഇയാൾ ഗസ്റ്റ് മാറിയിട്ട് കണ്ടസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ ലാലേട്ടൻ വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇയാളെ കണ്ടസ്റ്റന്റ് ആക്കണ്ട എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ചർച്ചകളൊക്കെ പോയിട്ടുണ്ടെന്നാണ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മുടെ ഈ റോക്കി ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട്, റോക്കി ആയാലും രതീഷ് ചേട്ടനായാലും ജാൻമോണി ആണെങ്കിലും എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷെ ഇവരെല്ലാവരും ഔട്ടായി. ഇപ്പൊ നിങ്ങൾ റോക്കിയുടെ കേസ് ആണെങ്കിൽ ഓക്കെ ഫിസിക്കൽ അസോൾട്ട് ആണ്. പക്ഷെ റോക്കി ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു അഗ്രസീവ് ആയിട്ട്, നമ്മൾ ഈ ഗെയിമിൽ എല്ലാവരും പറയുന്നു നിങ്ങൾ ബിഗ് ബോസിനകത്ത് കയറിയാലേ, ഈവൻ ഫാമിലി പോലും കയറി പറഞ്ഞു, നമ്മൾ പുറമേന്ന് കാണുന്നൊരു സംഭവം അല്ലല്ലോ, അകത്ത് കയറുമ്പോൾ എല്ലാവരും ഡിഫറെന്റ് ആണ്, എല്ലാവരും പാവങ്ങളാണെന്ന് വരെ പറഞ്ഞു. റോക്കിയുടെ കഥ എന്താണ്? റോക്കി ശരിക്കും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ? റോക്കി സത്യം പറഞ്ഞാലേ റോക്കിയും പാവാണ്, സിജോയും പാവാണ്, രണ്ടുപേരും പാവാണ്. അത് അന്ന് അത് അങ്ങനെ ആയിപ്പോയതാണ്. കാരണം നമ്മുടെ കണ്ണിൽ, എൻ്റെ കണ്ണിൽ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ഉന്തലാണ്. എൻ്റെ കണ്ണിൽ ഫിസിക്കൽ അസാൾട്ട് ഇത് ഉണ്ടാവണ വരെ, അതായത് ഇത് ഉണ്ടാവുന്ന ഈ ഒരു ഫിസിക്കൽ അസാൾട്ട്, റോക്കിയുടെയും സിജോന്റെയും ഫിസിക്കൽ അസാൾട്ട് ഉണ്ടാവുന്നത് വരെ നൂർജഹാന്റെ മനസ്സിൽ വരെ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബിഗ് ബോസിൽ ഒരു തള്ളൽ അത്രേ ഉള്ളൂ. ഞാൻ അതാണ് വിചാരിക്കുന്നത്. പക്ഷെ ഫിസിക്കൽ അസാൾട്ട് അതൊന്നുമല്ല, ഇതാണ് ശരിക്കുള്ള ഫിസിക്കൽ അസാൾട്ട് എന്ന് ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് രണ്ടുപേരുടെയും കഴിയുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, സിജോ റോക്കിയുടെ ദേഹത്ത് തൊടുമ്പോൾ സിജോ വിചാരിച്ചിട്ടുണ്ടാവുക മാക്സിമം പോയാൽ ഒരു തള്ളൽ, അതാണ് സിജോ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. അത് തൊട്ടപ്പോൾ അത്രയും പ്രഷറായിട്ട് നിൽക്കുന്ന റോക്കി, അത് റോക്കിനെ തൊട്ടപ്പോൾ അവൻ അത് പ്രവോക്ഡായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് അത് പോയി. അതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കുറ്റം പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് പേരുടെയും ഭാഗത്തും, എന്നാൽ ഇടിക്കാൻ പാടില്ല, അത് ശരിയല്ല. ഇടിക്കാൻ അത് കയ്യിൽ നിന്ന് പോയി. ഇടിക്കാനൊന്നും നമ്മൾ ഞാൻ പറയട്ടെ, ഒരാളെയും നമ്മൾ മർദ്ദിക്കാൻ പാടില്ല.
അതിന് നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ഗെയിം കളിക്കാൻ വന്ന അപ്പോൾ അത് റോക്കിയുടെ കയ്യിൽ നിന്ന് പോയതാണ്. അത് അത്രയും പ്രഷറിൽ ഹൈ പ്രഷറിൽ നിൽക്കുമ്പോൾ സിജോ തൊട്ടത് മേത്ത് തൊട്ട് നോക്കണം എന്ന് പറയുമ്പോൾ സിജോ തൊട്ടത് തള്ളലല്ലേ വരുള്ളൂ എന്ന് വെച്ചിട്ടായിരിക്കാം തൊട്ടുണ്ടാവുക. പക്ഷേ അവൻ തൊടടാന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് പോയി, ഇവനെ ഇടിച്ചു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിജോ അങ്ങനെ പ്രവോക്ക് ചെയ്തപ്പോൾ റോക്കി അങ്ങനെ പ്രവർത്തിച്ച് തെറ്റാണ്, അങ്ങനെ ഇടിക്കാൻ പാടില്ല. പക്ഷെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് പോയതാണ്. അപ്പൊ ചേട്ടാ എല്ലാം ഇനിയും സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യാം. അതെ, മുന്നോട്ട് സിനിമയും ട്രൈ ചെയ്യാം, അതും വന്ന് ചേരട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓക്കെ താങ്ക് യു. അപ്പോൾ നൂർജഹാനും എല്ലാം നല്ലത് ജീവിതത്തിൽ. താങ്ക് യു സോ മച്ച്.